നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിനകത്തൊരു ബാഡ് സ്മെല്ല്, നമ്മുടെ വാഹനത്തിനകത്തോ അല്ലെങ്കിൽ എൻജിൻ റൂമിലോ ഒക്കെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്യാബിനകത്തും ഈ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അതായത് എൻജിൻ റൂമിൽ എന്തെങ്കിലും സ്മെല്ല് ഉണ്ടെങ്കിൽ ഔട്ട്സൈഡ് സർക്കുലേഷൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ വാഹനത്തിനകത്തും ഈ ഒരു സ്മെല്ല് വരാം. ഇൻ കേസ് ഇതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിക്ക് വയറിങ് ലൂപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വയറിങ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ കൂടെ വേണമെങ്കിലും, അതായത് എൻജിൻ റൂമിൽ നിന്ന് നമ്മുടെ ക്യാബിലോട്ട് ഏതെങ്കിലും ഒരു വയർ എടുക്കാൻ വേണ്ടി ഒരു ക്യാപ്പോ കാര്യങ്ങളോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലോസ് ആയിട്ടില്ലെങ്കിലും ഈ പറയുന്ന സ്മെല്ല് നമ്മുടെ വാഹനത്തിനകത്ത്, അതായത് ക്യാബിനകത്തോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ടീം കൈലാസമാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, എൻ്റെ കിയ സോണറ്റ് 1.2 കുറച്ച് ദിവസമായി എൻജിൻ റൂമിൽ നിന്നും കാർപ്പറ്റ് നനഞ്ഞതുപോലെ സ്മെല്ല് വരുന്നു. എപ്പോഴും എൻജിൻ റൂം വാഷ് ചെയ്യിച്ചു, എന്നിട്ട് മാറിയില്ല. ഷോറൂമിൽ കാണിച്ചു, അവരെ കൊണ്ടും പറ്റിയില്ല. ഫാൻ ഓൺ ആക്കുന്ന സമയത്താണ്. ഈ ഫാൻ ഓൺ ആക്കുന്ന സമയം എന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ തോന്നി. ഈ ഫാൻ എന്ന് ഉദ്ദേശിക്കുന്ന ബ്ലോവർ ഫാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാഹനത്തിനകത്തുള്ള ക്യാബിനകത്ത് വരുന്ന ബ്ലോവർ ഫാനാണെന്ന് തോന്നുന്നു. ഇന്റേണൽ സർക്കുലേഷൻ ഇട്ടാലും ഔട്ട്സൈഡ് ഇട്ടാലും ഉണ്ട്. അതായത് ഇന്റേണൽ സർക്കുലേഷൻ ഇടുമ്പോഴും ഔട്ട്സൈഡ് സർക്കുലേഷൻ ഇടുമ്പോഴും ഈ സ്മെല്ല് വരുന്നുണ്ട്. അപ്പം അകത്ത് തന്നെ ആയിരിക്കണം. ഇന്റേണലിൽ വർക്ക് ചെയ്ത് കൂളിംഗ് ആയാൽ സ്മെല്ല് കുറയും. ഓക്കെ, ശരി. അപ്പോൾ എനിക്കിതിനകത്ത് 2-3 കാര്യങ്ങൾ സംശയം ചോദിക്കാനുള്ളത് എനിക്ക് തന്നെ. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഈ കംപ്ലയിൻറ്റ്സ് കണ്ടുപിടിക്കുന്ന പ്രോബ് ചെയ്യുന്ന സമയത്ത്, അതായത് കസ്റ്റമറോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും, കസ്റ്റമറിൽ നിന്ന് കിട്ടുന്ന ഒരു ആൻസർ വെച്ചാണ് നമ്മളൊരു ഫൈനലിലോട്ട് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ സ്മെല്ല് വരുന്നതെന്ന് പറഞ്ഞാൽ ഹുഡ് തുറക്കുമ്പോൾ, അത് നമ്മുടെ ബോണറ്റ് തുറക്കുമ്പോൾ മാത്രമാണോ സ്മെല്ല് വരുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ രീതി വെച്ച് ലാസ്റ്റോട്ടുള്ള വരികൾ എനിക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് വായിച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്തിരിക്കുന്ന സമയത്ത് ഒരു സ്മെല്ല് കയറി വരുന്നുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ 2 കേസ് ഇതിനകത്ത് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഒന്നാമത്തെ കേസ് ഔട്ട്സൈഡ് സർക്കുലേഷൻ ആണ് വരുന്നതെങ്കിൽ അത് നമ്മുടെ ഈ ഗ്ലാസ്സിൽ എപ്പോഴെങ്കിലും സ്ക്രീൻ വാഷ്, അതായത് നമ്മുടെ ഗ്ലാസ്സിലോട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്മെല്ല് വരുന്നെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ സ്ക്രീൻ വാഷ് ലിക്വിഡ് ആ ടാങ്കിനകത്ത് എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ കയറിയിട്ട് അല്ലെങ്കിൽ ആ വെള്ളത്തിനകത്ത് ഒഴിച്ചിരിക്കുന്ന ലിക്വിഡിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ആ സ്മെല്ല് വരാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇതേ സെയിം കംപ്ലയിൻറ്റ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. എപ്പോഴാണോ വാഷർ സ്പ്രേ യൂസ് ചെയ്യുന്നത് അന്നേരം നമ്മുടെ ക്യാബിനകത്ത് ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാഷർ ഫ്ലൂയിഡ് ഫുള്ള് സ്പ്രേ ചെയ്ത് കളഞ്ഞ് പുതിയ വാട്ടർ ഫില്ല് ചെയ്ത് അത് സ്പ്രേ ചെയ്ത് കളഞ്ഞ് അങ്ങനെ ഒരു 2-3 തവണ അത് റിൻസ് ചെയ്തതിന് ശേഷം മാത്രം പുതിയ ഫ്ലൂയിഡ് ഒഴിച്ച് നമുക്കത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആകും. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇതുപോലെ സ്മെല്ല് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ടൈം മാത്രമാണ്, അതായത് AC ഇട്ടൊന്ന് കൂളിംഗ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്മെല്ല് വരുന്നില്ലെന്നുണ്ടെങ്കിൽ ACയുടെ കൂളിംഗ് കോയിൽ, അതായത് നമ്മുടെ ഇവാപ്പറേറ്റർ അസംബ്ലി എന്ന് പറയുന്ന യൂണിറ്റിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും. അതാണ് ചാൻസസ് കൂടുതൽ വരാനുള്ളൊരു കാര്യം. അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ വെള്ളം പുറത്തോട്ട് പോകാതെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം അതിനകത്ത് നിന്ന് ഫംഗസോ വല്ലതും ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് ഈ ചെളി പോലെ പിടിച്ചതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യുക, അതായത് ഹുഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ACയുടെ വാട്ടർ താഴോട്ട് പോകുന്ന പൊസിഷൻ എവിടെയാണെന്ന് നോക്കുക. അവിടുന്ന് പ്രോപ്പറായിട്ട്, അതായത് AC ഒരു 5 മിനിറ്റോളം ഇട്ടതിന് ശേഷം നമ്മൾ തന്നെ സ്വയമേ ഇൻസ്പെക്ട് ചെയ്യുക. ഹുഡ് തുറന്നതിന് ശേഷം താഴെ വെള്ളം വീഴുന്നുണ്ടോ എന്നുള്ളത്, അതായത് താഴത്തെ പോർഷനിലോട്ട് വെള്ളം പുറത്തോട്ട് പോകുന്നുണ്ടെന്ന് കൺഫേം ആക്കുക. അങ്ങനെ വെള്ളം പോകുന്നതിൽ ഫ്ലോ ഇല്ല അല്ലെങ്കിൽ ഒട്ടും വെള്ളം പുറത്തോട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ വെള്ളം ഈ വാഹനത്തിൽ എവിടെയോ കെട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ കെട്ടി നിന്നിട്ട് വരുന്ന സ്മെല്ലും ആകാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ കമ്പനിയിൽ കൊണ്ടുപോകുന്ന സമയത്ത്, അതായത് ഷോറൂമിൽ കൊണ്ട് കാണിക്കുന്ന സമയത്ത് അവരോട് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം അവരോട് സ്മെല്ല് വരുന്നുണ്ടെന്ന് പറയും, നമ്മൾ ഓണാക്കുന്ന സമയത്ത് സ്മെല്ലോ കാര്യങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ ഷോറൂമിലുള്ളവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചില കംപ്ലയിൻറ്റ്സ് അങ്ങനെയാണ്. നമുക്ക് കസ്റ്റമർ പറയുന്നത് പോലൊരു കംപ്ലയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ നമുക്കത് ഒബ്സർവ് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവണമെന്നില്ല. പിന്നെ അത്രയും സമയം അതിനകത്തോട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റാതെ വരും. കാരണം ബാക്കിയുള്ള വാഹനങ്ങൾ അവിടെ പെൻഡിങ് ആയി പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കംപ്ലയിൻറ്റ് നമ്മൾ അവരോട് പറയുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അവരോട് ഇത് കൺവേ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതിന് സൊല്യൂഷൻ കിട്ടുന്നതായിരിക്കും.